ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് സർവീസിൻ്റെ കാര്യത്തിലുള്ള ടൈം ഓഫ് സപ്ലൈ ആണ്. എന്തിനാണ് സർവീസിൻ്റെ കാര്യത്തിൽ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്താണ് ഒരു റെസിപ്പിയൻ്റ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻറ്റിന് ഗവൺമെൻറ്റിലേക്ക് അയാൾ ടാക്സ് അടയ്ക്കേണ്ട ടൈം ഏത് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ടൈം ഓഫ് സപ്ലൈ നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, സപ്ലൈ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സപ്ലൈ എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു സിംഗിൾ ടേം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്നാൽ സപ്ലൈ എന്ന് പറയുന്ന സിംഗിൾ ടേമിൽ ഒട്ടനവധി കാര്യങ്ങൾ വരുന്നുണ്ട്, ഒട്ടനവധി ടാക്സിബിൾ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേ സെയിം രീതിയിൽ സർവീസിൻ്റെ കാര്യത്തിലുള്ള സപ്ലൈയിലാണെങ്കിലും ശരി, ഒട്ടനവധി ആയിട്ടുള്ള ടാക്സിബിൾ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ടാക്സിബിൾ ഇവൻറ്റ് അല്ലെങ്കിൽ ഏത് ടാക്സിബിൾ ഇവൻറ്റ് നടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഗവൺമെൻറ്റിലേക്ക് ഏത് ടാക്സ് ഇവൻറ്റ് നടക്കുമ്പോഴാണ് ആ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്, ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ടൈം നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് ഫെയിമിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു സർവീസ് പർച്ചേസ് ചെയ്യുന്ന കരുതുക, ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് സർവീസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ സർവീസ് സ്വീകരിക്കുന്നതിന് മുമ്പേ മുൻകൂട്ടി എന്ത് കൊടുക്കണം, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ആ സർവീസിൻ്റെ ചാർജ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ സപ്ലയർ അവസാനം എന്ത് ചെയ്യും, അയാൾ റെസിപ്പിയൻറ്റിന് സർവീസ് ഡെലിവറി ചെയ്ത് കൊടുക്കും. അതിനുശേഷം എന്താണ്, നമ്മുടെ റെസിപ്പിയൻ്റ് സപ്ലയറിന് പൈസ കൊടുക്കും. എന്നിട്ട് രണ്ടുപേരും അവരവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓരോരോ ട്രാൻസാക്ഷൻ സംഭവിച്ചായിട്ട് എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സപ്ലൈയുടെ അകത്ത് ഈ രീതിയിൽ നടക്കുന്ന സപ്ലൈ ഓഫ് സർവീസിൻ്റെ ഉള്ളിൽ ഏതാണ് ടാക്സബിൾ ഇവൻ്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസിൽ നടക്കുന്ന ടാക്സബിൾ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഏതൊരു ബിസിനസ്സുകാരനും ഏത് സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് ടാക്സ് റേറ്റിലാണ് അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനും സാധിക്കുന്നു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സർവീസിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ടാക്സിബിൾ പോയിന്റ് അറിയാൻ, രണ്ടാമത്തെ കാര്യം സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇയാൾക്കുണ്ട് ഈ സർവീസ്, ആ പർട്ടിക്കുലർ സർവീസിന് ചിലപ്പോൾ 18% GST ടാക്സ് റേറ്റ്. പക്ഷേ അയാൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്, ആ സർവീസിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് വ്യത്യാസം വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ 12% കുറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഏത് ടാക്സ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന സർവീസിന് അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്, അത് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് 4 രീതിയിലുള്ള സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജ് അല്ലേ. അതായത് നമുക്കറിയാം, നമ്മുടെ റെസിപ്പിയൻ്റ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻ്റെ ടാക്സ് എമൗണ്ട് ആ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് അടയ്ക്കുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ചാർജ് എന്ന് പറയുന്നത്. നമ്മളത് ഗുഡ്സിൻ്റെ കാര്യത്തിൽ പഠിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ഏതെങ്കിലും GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സർവീസിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ആ സർവീസിൻ്റെ ചാർജും സപ്ലയർക്ക് കൊടുക്കും. ടാക്സ് എമൗണ്ട് സപ്ലയർ മുഖേന ഞാൻ ഇങ്ങോട്ട് അടയ്ക്കും, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. ആ ഒരു മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ചാർജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, അതുകൂടാതെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ സർവീസ് എങ്ങാനും പർച്ചേസ് ചെയ്യുന്ന GST രജിസ്റ്റർ ചെയ്യാത്ത അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ സർവീസിൻ്റെ ചാർജ് മാത്രം അയാളുടെ കയ്യിൽ കൊടുക്കുകയും അതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് ഞാൻ തന്നെ റെസിപ്പിയൻ്റായി ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന മെക്കാനിസം, അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ചാർജ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി സർവീസ് ഞാൻ പർച്ചേസ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ എക്സ്ചേഞ്ചബിൾ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ പഠിച്ചിരുന്നു അല്ലേ, എക്സ്ചേഞ്ചബിൾ ഗുഡ്സ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ കാശ് കൊടുക്കാതെ ഏത് തരത്തിലുള്ള കൂപ്പൺ ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന സർവീസിന് ഉണ്ടാകുന്ന ടാക്സ് ടൈം ഏതെന്ന് തീരുമാനിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എക്സ്ചേഞ്ചബിൾ സർവീസ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ എക്സ്ചേഞ്ചബിൾ സർവീസ് എന്ന് പറയുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിസീവബിൾ കേസസ്. അതായത് നമ്മൾ ഈ ബിസിനസ്സുകാരൻ റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാതെ ബ്ലാക്കിൽ ഏതെങ്കിലും രീതിയിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഇത് ഏത് തരത്തിലുള്ള GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെസ്പെക്റ്റീവ് അതോറിറ്റി അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്
അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സർവീസിന് റെസിപ്പിയൻ്റ് ആ സർവീസ് പർച്ചേസ് ചെയ്തിരിക്കുന്ന റെസിപ്പിയൻ്റ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ടാക്സ് ടൈം തീരുമാനിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ 4 രീതിയിലുള്ള സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടാക്സിബിൾ ടൈം സർവീസിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജ്, അതായത് സപ്ലയർ തന്നെ റെസിപ്പിയൻ്റ് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് പേ ചെയ്യുന്ന സന്ദർഭം. ഇതാണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഫോർവേഡ് ചാർജിൽ സംഭവിക്കുന്നത്. ഇവിടെ 2 രീതിയിലുള്ള കാര്യമാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈസ് ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 31 ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അതായത് നമുക്ക് നമ്മുടെ 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോർവേഡ് ചാർജിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന്, ഈസ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ ദ ടൈം ഓഫ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണോ, അങ്ങനെയാണെങ്കിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. അല്ല, ഈസ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് നോട്ട് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അതായത് നമുക്ക് ഡ്യൂ ഡേറ്റിന് ശേഷമാണ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റിന് ശേഷമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കണമെങ്കിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ 2 സന്ദർഭത്തിൽ വെച്ചാണ് നമ്മൾ ഫോർവേഡ് ചാർജിൻ്റെ കാര്യത്തിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈസ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 31 ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത് സർവീസ് ഒരു റെസിപ്പിയന് കിട്ടിയതിന് ശേഷം സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത് ആ ഡ്യൂ ഡേറ്റിനുള്ളിലാണെങ്കിൽ എങ്ങനെയാണ് ടാക്സിബിൾ ഡ്യൂ ഡേറ്റ് സർവീസിൻ്റെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് ഏതെന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ആ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിക്കേണ്ട ഡേറ്റുകൾ ഏതൊക്കെയെന്ന് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് പഠിക്കാം സർവീസിൻ്റെ കാര്യത്തിലുള്ള ഡ്യൂ ഡേറ്റുകൾ ഏതൊക്കെയെന്ന്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചിരുന്നു ഗുഡ്സിൻ്റെ കാര്യത്തിലുള്ള ഡ്യൂ ഡേറ്റ്. അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ ഉള്ള ഡ്യൂ ഡേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഏതൊക്കെ സമയമാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അത് ഡ്യൂ ഡേറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് സർവീസിൻ്റെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സിനെ 4ആയിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. ഒന്ന്, നോർമൽ സിറ്റുവേഷൻ. 2 എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പേഴ്സൺസ്. പിന്നെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്, അല്ല എങ്കിൽ സിസഷൻ ഓഫ് സപ്ലൈ ബിഫോർ കംപ്ലീഷൻ. ഇങ്ങനെ 4 രീതിയിലായിട്ടാണ് സർവീസിൻ്റെ കാര്യത്തിലുള്ള ഡ്യൂ ഡേറ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഏതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ 4 സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നോക്കുക, നോർമൽ സിറ്റുവേഷനിലാണ് എങ്കിൽ ബിഫോർ ദ പ്രൊവിഷൻസ് ഓഫ് സർവീസ് വിത്തിൻ 13 ഡേയ്സ് 45 ഡേയ്സ് ഫോർ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, NBFC ഫ്രം ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, ഒരു നോർമൽ സിറ്റുവേഷനിലാണ് ഒരു സർവീസ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും ഒരു റെസിപ്പിയന്റിന് കിട്ടിയേക്കണമെങ്കിൽ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് അയാൾക്ക് സർവീസ് കിട്ടി 30 ദിവസത്തിനുള്ളിലായിരിക്കണം അയാൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ NBFC അതുപോലെ തന്നെ എന്താണ് ബാങ്ക്സ്, അതർ ഇൻഷുറൻസ് കമ്പനിയുടെ സർവീസുകളാണ് ആ രീതിയിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ബാങ്ക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, NBFC ആ മുതലായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് ഒരു സപ്ലയർക്ക് ആ രീതിയിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഒരു റെസിപ്പിയന് സർവീസ് കിട്ടുന്നതെങ്കിൽ 45 ദിവസം സർവീസ് കിട്ടി 45 ദിവസത്തിനുള്ളിൽ എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി, 45 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി. ആ 45 ദിവസമായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു 45 ദിവസമായിരിക്കും ഡ്യൂ ഡേറ്റിന് വേണ്ടിയുള്ള ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സിന് വേണ്ടിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈസ് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പേഴ്സൺസ് only in the case of insurance company, banking company, financial institutions including NBFC, telecom company or notified suppliers. സപ്ലയറെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് എന്നാണ്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന് കേരളത്തിലും ബ്രാഞ്ചുണ്ട്, തമിഴ്നാട്ടിലും ബ്രാഞ്ച് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നോർമലി ആ ബിസിനസ്സുകാരൻ്റെ 2 ബ്രാഞ്ചുകളും 2 സ്റ്റേറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ബ്രാഞ്ചുകളും എന്ത് ചെയ്യുന്നുണ്ടാകും, അവരവരുടെ സ്റ്റേറ്റിൽ സെപ്പറേറ്റ് GST എടുത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ആ ബിസിനസ്സുകാരൻ്റെ കേരളത്തിലെ ബ്രാഞ്ചിൽ നിന്നും ഒരു സർവീസ് തമിഴ്നാട്ടിലെ ബ്രാഞ്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സർവീസിൻ്റെ സപ്ലൈയിൽ
ഏത് സമയത്താണ് ആ സർവീസ്, ഏത് ബ്രാഞ്ചാണ്, കേരളത്തിലെ ബ്രാഞ്ചാണ് തമിഴ്നാട്ടിലെ ബ്രാഞ്ചിന് എന്ത് കൊടുത്തേക്കുന്നത്, സർവീസ് സെയിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ബ്രാഞ്ചായ സപ്ലയർ ഏത് സമയത്താണ് അവരുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിന് സർവീസ് കിട്ടുന്നതിന് മുമ്പോ, അല്ല എങ്കിൽ സർവീസ് കിട്ടി അതിനുശേഷം അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സർവീസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന ടൈമിലോ എന്ത് ഇഷ്യൂ ചെയ്തുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തുണ്ടാകണം. ഓക്കെ, അതാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റിങ് പേഴ്സൺസ് തമ്മിലുള്ള ഈ സർവീസിൻ്റെ കാര്യം, സെയിൽ ഓഫ് സർവീസിൻ്റെ കാര്യം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NBFC ഫേംസ്, ടെലികോം കമ്പനീസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സപ്ലൈസ്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സപ്ലൈസ് എന്ന് പറയുന്നത് അത് ഓരോന്ന് ഇൻഡിവിജ്വലി പഠിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സപ്ലൈസ് ഏതൊക്കെയോ. അപ്പോൾ ആ രീതിയിലുള്ള ബിസിനസ്സുകാർ തമ്മിലുള്ള, ആ രീതിയിലുള്ള പാർട്ടീസ് തമ്മിലാണ് ഒരു സർവീസിൻ്റെ സപ്ലൈ നടന്നിട്ടുണ്ടെങ്കിൽ, സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റെസിപ്പിന്, സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിന് സർവീസ് കിട്ടുന്നതിന് മുമ്പോ, അല്ല എങ്കിൽ സർവീസ് കിട്ടിയതായിട്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്ന ടൈമിലോ ആയിരിക്കണം എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതൊന്നുമല്ല, ഇനി നമ്മൾ ചില കാര്യം അതാണ് ഈ രീതിയിലുള്ള സർവീസുകളുടെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഫ് സപ്ലൈ ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സപ്ലയർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് നമുക്ക് സർവീസ് കിട്ടുകയാണെങ്കിൽ ആ രീതിയിലുള്ള സർവീസിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കാം നമ്മൾ ഡ്യൂ ഡേറ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. കണ്ടിന്യൂസ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സർവീസ് ഏതെങ്കിലും തരത്തിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മുടെ റെസിപ്പിന് കിട്ടുകയാണെങ്കിൽ, റെസിപ്പിൻ്റെ ബിസിനസ്സുകാർക്ക് കിട്ടുകയാണെങ്കിൽ ഏത് ടൈമിലാണ് ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ടൈമാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഏതെന്ന് നമുക്കുള്ള തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഭാഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് സപ്ലൈക്ക് ഒരു ബെസ്റ്റ് ഉദാഹരണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് കിട്ടുകയെന്ന് കരുതുക. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്. ഓക്കെ, അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പഴയ BSNL സർവീസ് ആണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കിട്ടുന്നതെങ്കിൽ അത് തുടർച്ചയായിട്ട് കിട്ടുന്നൊരു സർവീസാണ് അല്ലേ. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും എന്തുണ്ടാകും, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഉണ്ടാകും. അപ്പോൾ അവർ ബില്ല് പേ ചെയ്യുന്നതും ഒരു നിശ്ചിത ടൈം പീരീഡ് വെച്ചായിരിക്കും പേ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, ഞാൻ BSNL നിന്ന് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എടുത്തു, എനിക്ക് ആ സർവീസ് കിട്ടി. അത് എല്ലാ മാസം 2 മാസം കൂടുമ്പോഴാണ് ഞാൻ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസിനുള്ള പേയ്മെൻറ്റ് ഞാൻ പേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മാസം പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസം 5-ാം തീയതിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പേയ്മെൻറ്റ് നടത്തിക്കോളാം എന്ന് പറയുന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ പേയ്മെൻറ്റ് പേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ എനിക്ക് സർവീസ് സപ്ലൈ ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റി എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്തുണ്ടാകണം, എനിക്ക് ബില്ല് ഇഷ്യൂ ചെയ്തുണ്ടാകണം, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൺ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് പറഞ്ഞേക്കുവാണ് ഞാൻ എല്ലാ മാസവും ഇന്ന ഡേറ്റിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകാം, പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് തൊട്ട് മുമ്പേ എന്ത് പേ ചെയ്തിട്ടുണ്ടാകണം, എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അതാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ കാര്യത്തിൽ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഈ സർവീസിന് ഇന്ന മാസം അതായത് ഒരു നിശ്ചിത ടൈം, അല്ലെങ്കിൽ എല്ലാ മാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത 2 മാസം കൂടുമ്പോൾ ഇന്ന ഡേറ്റിൽ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് പൈസ തന്നേക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ ഡേറ്റിന് തൊട്ട് മുമ്പേ എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, ആ സപ്ലയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ റെസിപ്പിന് കൊടുക്കുന്ന സർവീസിന് ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. ആ ഒരു കാലഘട്ടം വരെയുള്ള ടൈം പീരീഡാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ടൈം പീരീഡ് നമ്മുടെ റെസിപ്പിയൻ്റ് ഇങ്ങനെ ഈ രീതിയിൽ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്ന പാർട്ടി ഈ സർവീസ് സ്വീകരിക്കുന്ന പാർട്ടി ഉണ്ടാകും അല്ലേ. ഈ സർവീസ് സ്വീകരിക്കുന്ന ഈ സർവീസ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പാർട്ടി ഉണ്ടാകും, സപ്ലയർ. സപ്ലയറുടെ അക്കൗണ്ടിൽ എന്നാണോ പൈസ കിട്ടുന്നത് അതിന് ആ പൈസ കിട്ടുന്ന ഡേറ്റിൽ മസ്റ്റായിട്ട് എന്ത് കൊടുക്കുക, ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എന്താണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഒരു എയർടെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് സ്വീകരിച്ചേക്കുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ് എല്ലാ മാസം 5-ാം തീയതി മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകും, ഞാൻ ഇദ്ദേഹത്തിന് പൈസ തന്നേക്കാമെന്ന് പറഞ്ഞേക്കാണ്. റെസിപ്പിയൻ്റായി ഈ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് സ്വീകരിക്കുന്ന പാർട്ടിയായി ഞാൻ എന്താണ് എല്ലാ മാസം 5-ാം തീയതി പൈസ തന്നേക്കാമെന്ന് പറയുകയാണെങ്കിൽ 5-ാം തീയതിക്ക് മുമ്പേ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഞാൻ ആ പേയ്മെൻറ്റ് നടത്തുന്ന 5-ാം തീയതിക്ക് മുമ്പേ മസ്റ്റായിട്ട് എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതാണ് ആദ്യത്തെ സന്ദർഭത്തിലെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ എയർടെൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് സ്വീകരിക്കുന്നു. പക്ഷേ ഞാനിങ്ങനെ പൈസ കൊടുക്കാമെന്നുള്ള ഡേറ്റ് എല്ലാ മാസം ഇന്ന ഡേറ്റിൽ പൈസ കൊടുക്കാമെന്ന് ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നില്ല. ഞാൻ എന്താണ് എനിക്ക് ഒരു നിശ്ചിത ടൈം പീരീഡ് കൂടുമ്പോൾ ഞാൻ എന്താണ് എനിക്ക് ചിലപ്പോൾ 5-ാം തീയതി ആയിരിക്കാം, ചിലപ്പോൾ 6-ാം തീയതി ആയിരിക്കും, ചിലപ്പോൾ 7-ാം തീയതി ആയിരിക്കാം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സ്വീകരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിന് ഞാൻ പൈസ അടയ്ക്കുന്നത്. ആ പൈസ എനിക്ക് സർവീസ് തരുന്ന ആളുടെ അക്കൗണ്ടിൽ എന്നാണോ ക്രെഡിറ്റ് ആകുന്നത് അന്ന് തന്നെ അയാൾ എനിക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു ഡേറ്റ് നമ്മുടെ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് പേയ്മെൻറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡേറ്റ് തന്നിട്ടില്ല എങ്കിൽ എന്നാണോ ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകണം, നമ്മുടെ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും, ആ ടൈം ആയിരിക്കും. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സുകാരൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോജക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുകളിൽ പഠിച്ചേക്കുന്ന സെയിം രീതിയിൽ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സർവീസ് നമ്മുടെ കൺസ്ട്രക്ഷൻ സർവീസൊക്കെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇങ്ങനെ സർവീസ് നമുക്ക് ഇനി മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമുക്ക് സർവീസ് കിട്ടുന്നത് ഒരു റെസിപ്പിന് സർവീസ് കിട്ടുന്നത് വളരെയധികം കണ്ടിന്യൂസ് ആയിട്ട് വളരെയധികം കാലഘട്ടത്തേക്കാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് വലിയൊരു ബിൽഡിംഗ് ആവശ്യമുണ്ട്. ഓക്കെ, വലിയൊരു ബിൽഡിംഗ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സമീപിച്ചു. അവർ പറഞ്ഞു ഞാൻ 1 കൊല്ലത്തിനുള്ളിൽ എന്താണ് ഈ ബിൽഡിംഗ് 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ ഈ ബിൽഡിംഗ് നിർമ്മിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് സർവീസ് കിട്ടുന്നത് വളരെയധികം നീണ്ട കാലഘട്ടം കൊണ്ടാണ് എനിക്ക് സർവീസ് മൊത്തം കിട്ടിത്തീരുന്നത് അല്ലേ. ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായാൽ എനിക്ക് എൻ്റെ സർവീസിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് എങ്കിൽ ഈ ഒരു ബിസിനസ്സുകാരന് ഞാൻ പേയ്മെൻറ്റ് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു തരുന്ന ബിസിനസ്സുകാരന് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്തായാലും എന്താണ് 2 കൊല്ലം കഴിഞ്ഞിട്ടാവില്ല അല്ലേ. അയാളുടെ സർവീസ് മൊത്തം എനിക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷമായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുക. അല്ല, ഞാൻ എന്ത് തീരുമാനിച്ചിട്ടുണ്ടാകും, എനിക്ക് സർവീസ് കിട്ടുന്ന ഞാനും എനിക്ക് സർവീസ് ഡെലിവർ ചെയ്തു തരുന്ന ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാകും. നിശ്ചിത ടൈം പീരീഡ് കൂടുമ്പോൾ ഞാൻ എന്താണ് പേയ്മെൻറ്റ് തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും ഇല്ലേ. അപ്പോൾ ആ എഗ്രിമെൻറ്റ് നിശ്ചിത ടൈം പീരീഡ് അപ്പോൾ ഞങ്ങൾ 2 കൊല്ലത്തെ കൃത്യം 8 ക്വാർട്ടറായിട്ട് അങ്ങ് ഭാഗിക്കും. ഓക്കെ, അത് 3 മാസം ഈ ഇയാൾ ചെയ്തു തരുന്ന വർക്കുകൾ അനുസരിച്ച് ഈ കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തിയാക്കും. 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ 2 കൊല്ലം കൊണ്ട് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുകൾ മൊത്തം പൂർത്തിയാക്കി ഇയാൾ തരും. അപ്പോൾ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഈ 2 കൊല്ലത്തെ ഞങ്ങൾ 8 ക്വാർട്ടറായിട്ട് ഭാഗിച്ചു. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇദ്ദേഹം പൂർത്തിയാക്കുന്ന വർക്കുകൾ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന് ഈ കൺസ്ട്രക്ഷൻ വർക്ക് എനിക്ക് സപ്ലൈ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഞാൻ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് നൽകും. അപ്പോൾ എന്നാണോ ഞാൻ ഈ വലിയൊരു കാലഘട്ടത്തിൽ ക്വാർട്ടറായിട്ട് ഭാഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നൽകുന്നത്, ആ പേയ്മെൻറ്റ് നൽകുന്ന ആ
കാലഘട്ടത്തെ മൈൽ സ്റ്റോൺസ് ആണെന്നാണ് പറയുക. ഓക്കെ, ആ ചെറിയ കാലഘട്ടത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കാൻ 2 കൊല്ലം സാവകാശം എടുക്കും. പക്ഷേ 8 ക്വാർട്ടറായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് എന്ത് നൽകുന്നത്, പേയ്മെൻറ്റ് നൽകുന്നത്. 3 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ എന്താണ് പേയ്മെൻറ്റ് നൽകും. അപ്പോൾ അങ്ങനെ 3 മാസം കൂടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് നൽകുന്ന ആ ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ 8 മൈൽ സ്റ്റോൺ കൊണ്ടാണ് ഞാൻ ഇദ്ദേഹം എനിക്ക് ചെയ്തു തരുന്ന കൺസ്ട്രക്ഷൻ വർക്കിന് ഞാൻ പൈസ മൊത്തവും കൊടുത്തു തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മൈൽ സ്റ്റോണിലും അല്ലെങ്കിൽ ഓരോ ചെറിയ ക്വാർട്ടറിലും ഞാൻ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇദ്ദേഹം എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്തുണ്ടാകണം, എനിക്ക് ആ പൈസ കൊടുക്കുന്ന ഡേറ്റിന് മുമ്പോ അല്ല എങ്കിൽ എന്താണ്, പൈസ കിട്ടിക്കഴിഞ്ഞോ ഇദ്ദേഹം മസ്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്തുണ്ടാകണം, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നീണ്ട കാലഘട്ടത്തിലേക്കുള്ള ഒരു സർവീസ് വർക്കാണ് ഒരു ബിസിനസ്സുകാരന് മറ്റൊരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഇദ്ദേഹം ഈ സർവീസ് സ്വീകരിക്കുന്ന ബിസിനസ്സുകാരനും കൺസ്ട്രക്ഷൻ സർവീസ് കൊടുക്കുന്ന സപ്ലയർ ബിസിനസ്സുകാരനും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ ഒരു നിശ്ചിത ടൈം പീരീഡിൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഇങ്ങനെ ചെയ്ത് നൽകുന്ന സർവീസിൻ്റെ ചാർജ് നിശ്ചിത ടൈം പീരീഡ് കൂടുമ്പോൾ എന്താണ് പേ ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ പേ ചെയ്യാൻ ഒരു ഡേറ്റ് ഈ 2 പേരും തമ്മിൽ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലോ മസ്റ്റായിട്ട് എന്ത് ചെയ്തുണ്ടാകണം, ഇൻവോയ്സ് ആ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ആ സർവീസ് സ്വീകരിക്കുന്ന റിസീപ്പിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് അതാണ്. ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇവർ പരസ്പരം പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് തൊട്ട് മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, പേയ്മെൻറ്റ് നടത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഡേറ്റ് ആയിരിക്കും കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇൻ ദ കേസ് ഓഫ് ഈ രീതിയിലുള്ള സർവീസിൻ്റെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെസഷൻ ഓഫ് സപ്ലൈ ഓഫ് ബിഫോർ കംപ്ലീഷൻ. ഞാൻ പറഞ്ഞു അത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അതും ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഞാൻ കേരളത്തിൽ ബിസിനസ്സുകാരനാണ്. എനിക്കെന്താണ് 2 കൊല്ലം കൊണ്ട് പണി തീർക്കേണ്ട ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക് ഞാൻ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തിയാക്കി തരണമെങ്കിൽ ആ കമ്പനി കൺസ്ട്രക്ഷൻ വർക്ക് എനിക്ക് സപ്ലൈ ചെയ്യേണ്ട കമ്പനി 1 കൊല്ലം എടുക്കും, 2 കൊല്ലം എടുക്കുന്ന ഒരു ഇത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇദ്ദേഹമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ഇങ്ങനെ നിശ്ചിതം 3 മാസം കൂടുമ്പോൾ എന്താണ് ഇദ്ദേഹം പൂർത്തിയാക്കുന്നതിന് വർക്കുകൾക്കനുസരിച്ച് പൈസ തന്നേക്കാമെന്ന്. അപ്പോൾ നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സപ്ലൈയിലാണെങ്കിൽ ഇദ്ദേഹം എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോൾ എന്നാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് അയാൾക്ക് കിട്ടിയ ദിവസമോ ഇയാൾ എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഇടയ്ക്ക് വെച്ച് എൻ്റെ ഈ വർക്ക് അങ്ങ് ഇട്ടേച്ച് പോയി. ഇദ്ദേഹം എനിക്ക് മടുത്തു, ഇനി കൺസ്ട്രക്ഷൻ വർക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് താങ്കൾക്ക് ചെയ്തു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്ക് നൽകിക്കൊണ്ടിരുന്ന കമ്പനി പകുതി ഇടയ്ക്ക് വെച്ച് ആ വർക്ക് എന്താണ് അവസാനിപ്പിച്ചെന്ന് കരുതുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഞാൻ മസ്റ്റായിട്ടും ഇദ്ദേഹം അത്രയും നാൾ ചെയ്തു തന്നിരിക്കുന്ന വർക്കുകൾക്ക് എന്ത് കൊടുക്കണം, പേയ്മെൻറ്റ് കൊടുക്കണം. എന്നാണോ ഞാൻ ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അന്നായിരിക്കും അദ്ദേഹം എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിറ്റുവേഷനാണ് നോർമൽ ഒരു സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു നോർമൽ രീതിയിൽ ഒരു റെസിപ്പിയന്റിന് ഒരു സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇൻവോയ്സ് സർവീസ് ഡെലിവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നോർമലി ഈ 4 രീതിയിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ സർവീസിൻ്റെ കാര്യത്തിൽ 4 രീതിയിൽ ഈ 4 സന്ദർഭങ്ങളിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്സ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സന്ദർഭം ഒന്നുകൂടെ പറയാം. നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ റിസീപ്പിന് സർവീസ് കിട്ടുന്നതിന് മുമ്പോ അല്ല എങ്കിൽ സർവീസ് കിട്ടി 30 ദിവസത്തിനുള്ള എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. ആ ടൈം പീരീഡാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, NBFC അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക്സ് അതുപോലത്തെ കമ്പനികളിൽ നിന്നാണ് സർവീസ് ഒരു റെസിപ്പിയൻ്റ് കിട്ടുന്നതെങ്കിൽ ആ സർവീസ് കിട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സർവീസ് കിട്ടി 45 ദിവസത്തിനുള്ളിലോ ആ സർവീസിൻ്റെ ചാർജ് പേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ചാർജ് ഷോ ചെയ്തുകൊണ്ടുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. അതാണ് ആ 45 ഡേയ്സ് ആണ് ഈ രീതിയിലുള്ള സർവീസ് ഡെലിവർ ചെയ്യുന്ന
സപ്ലയേഴ്സ് കമ്പനീസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ടാക്സിബിൾ സപ്ലൈസ് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പേഴ്സൺസ് തമ്മിലാണ് എങ്കിൽ അത് ഏതിൻ്റെയൊക്കെ കാര്യത്തിലാണ്? ഇൻഷുറൻസ് കമ്പനീസ് ആകാം, ബാങ്കിങ് കമ്പനീസ് ആകാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഇൻക്ലൂഡിങ് NBFC ഫേംസ് ആകാം, ടെലികോം കമ്പനീസ് ആകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് നോട്ടിഫൈഡ് ചെയ്തിട്ടുള്ള സപ്ലയർ തമ്മിലുള്ള ആളുകൾ തമ്മിലായിരിക്കാം ഈ രീതിയിലുള്ള സർവീസസ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ. ഈ രീതിയിലുള്ള ബിസിനസ്സുകാരുടെ കാര്യത്തിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയന് സർവീസ് കിട്ടുന്നതിന് മുമ്പോ അല്ല എങ്കിൽ റെസിപ്പിയൻ്റ് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സർവീസ് കിട്ടിയത് എന്നാണോ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ് അതിന് തൊട്ട് മുമ്പോ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള സർവീസ് സപ്ലൈ ചെയ്യുന്നത് വളരെയധികം ലോങ് ടൈമിലേക്കാണ് കരുതുക. ഓക്കെ, ലോങ് ടൈമിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ഒരു കൊല്ലത്തേക്കായിരിക്കാം ഈ ഒരു രീതിയിലുള്ള സർവീസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു മുകളിൽ പറഞ്ഞേക്കുന്ന രണ്ട് സന്ദർഭമൊന്നുമില്ല. അതായത് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കാൻ അയാൾ മറന്നു പോയിട്ടുണ്ട്. ഇനി അതല്ല, അയാൾക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് എന്നോ സർവീസ് കിട്ടുന്നതിന് മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ലോങ് ടൈമിലേക്കുള്ള ഒരു സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പക്ഷേ ലോങ് ടൈമിലേക്കുള്ള സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിലുള്ള സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ രണ്ട് ഡിസ്റ്റൻറ്റ് പേഴ്സൺ, അതായത് GST രജിസ്റ്റർ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർ ആ സർവീസ് ചെയ്ത് കൊടുത്തത് ഏത് ക്വാർട്ടറാണോ ആ ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ, ആ ക്വാർട്ടർ റെസിപ്പിയൻ ആ സർവീസ് കിട്ടി ആ ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം? ആ ക്വാർട്ടർ അവസാനിക്കുന്ന ഡേറ്റിന് മുമ്പേ മസ്റ്റായിട്ടും ആ സർവീസ് സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം ആ സർവീസ് സ്വീകരിച്ചിരിക്കുന്ന റെസിപ്പിയന്. ഓക്കെ, അപ്പോൾ ക്വാർട്ടർ എന്ന് പറയുന്നത് പഠിച്ചു നമ്മൾ. ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒരു ക്വാർട്ടർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒരു ക്വാർട്ടർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒരു ക്വാർട്ടർ. അങ്ങനെ ഈ ക്വാർട്ടർ മാസം ഏത് ക്വാർട്ടറിലാണോ സർവീസ് കിട്ടിയേക്കുന്നത് സപ്ലയറുടെ കയ്യിൽ നിന്ന് ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് സർവീസ് കിട്ടി ആ ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ മസ്റ്റായിട്ടും ആ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സപ്ലൈയുടെ കാര്യത്തിലാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് കിട്ടുന്നതിന് തൊട്ട് മുമ്പോ അല്ല എങ്കിൽ ആ ബിസിനസ്സുകാർ ഇന്ന ഡേറ്റിൽ പേയ്മെൻറ്റ് ചെയ്തേക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസിന് പേയ്മെൻറ്റ് നടത്തിയേക്കാം എന്ന് പറയുന്ന ഡേറ്റിന് മുമ്പ് മസ്റ്റായിട്ട് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം? സർവീസിന് അങ്ങനെ കിട്ടുന്ന സർവീസിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ല, മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്നാണോ ഈ സപ്ലയർ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സപ്ലയർ അയാളുടെ അക്കൗണ്ടിൽ ഈ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിൻ്റെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, പൈസ പേ ചെയ്യുന്നത് ആ ഡേറ്റിൽ മസ്റ്റായിട്ട് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം? ഇൻവോയ്സ് ഇങ്ങനെ സപ്ലയർ കൊടുക്കുന്ന സർവീസിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കുള്ള ഒരു സർവീസാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈമിലേക്കുള്ള ഒരു സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ സർവീസ് എന്നാണ് പൂർത്തിയാകുന്നത് അന്ന് വരെയും ആ പൂർത്തിയാക്കിയതിന് ശേഷമല്ലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ സർവീസ് പൂർത്തിയാകുന്നതനുസരിച്ച് നിശ്ചിത ടൈം പീരീഡിൽ ആ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് എന്ത് കൊടുത്തിട്ടുണ്ടാകും? പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാകും. ആ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് ഏതോ നിശ്ചിത ടൈം പീരീഡ് ഏതോ ചിലപ്പോൾ ക്വാർട്ടറാകാം, അല്ലെങ്കിൽ ആ രീതിയിൽ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് നിശ്ചിത ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാകും. ആ സർവീസിൻ്റെ വർക്ക് ആ സർവീസ് കിട്ടുന്നതനുസരിച്ച് പേയ്മെൻറ്റ് തന്നുകൊള്ളാമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ആ മൈൽ സ്റ്റോൺ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഡേറ്റിന് തൊട്ട് മുമ്പ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആ ഡേറ്റിൽ നമ്മുടെ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് പൈസ കൊടുക്കുന്ന ആ ഡേറ്റിൽ തന്നെ എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതിന് ആ ഇൻവോയ്സ് ആ സർവീസ് പൈസ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ പൈസ സ്വീകരിക്കുന്ന ഡേറ്റിലോ ഇൻവോയ്സ്
അത്രയും നാളത്തെ സപ്ലയർ കൊടുത്തിരിക്കുന്ന സർവീസിൻ്റെ ചാർജ് എത്രയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അതായിരിക്കും ഈ കാര്യത്തിൽ ഇൻവോയ്സിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ സർവീസ് അവസാനിപ്പിച്ച് സപ്ലയർ ഇനി സർവീസ് റെസിപ്പിന് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഇത്രയും നാളത്തെയും സർവീസ് അവസാനിപ്പിച്ചെങ്കിൽ എന്നാണോ അയാൾ സർവീസ് അവസാനിപ്പിച്ച് അയാൾക്ക് പേയ്മെൻറ്റ് വേണമെന്ന് പറയുന്ന ഡേറ്റ്, ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകണം, ആ സപ്ലയർ ഇൻവോയ്സ് ആ റെസിപ്പിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻവോയ്സ് സപ്ലയർ അങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സിലെ ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, ഇൻവോയ്സിൽ അങ്ങനെ കൊടുക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, അത് അല്ല എങ്കിൽ date on which the payment is received in the books of accounts of the supplier. സപ്ലയർ ഈ സർവീസ് കൊടുത്തതിന് ശേഷം റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് അയാളുടെ ബുക്കിൽ എഴുതി വെക്കുന്ന ഡേറ്റോ, അല്ല എങ്കിൽ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ചെക്ക് മുഖേനയാണെങ്കിൽ ആ പൈസ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, അത് ഏതാണോ നേരത്തെ വരുന്നത്, ഏത് രീതിയിലാണോ. ഇപ്പോൾ റെസിപ്പിയൻ്റെ നേരിട്ടാണ് പൈസ വരുന്നതെങ്കിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെക്കുന്ന ആ ഡേറ്റും, അതുപോലെ തന്നെ സപ്ലയർ അയാൾക്ക് ആ റെസിപ്പിന് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിലെ ഡേറ്റ്, ഈ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ വിച്ചെവർ ഈസ് ഇയർലിയർ, ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് നമ്മുടെ സപ്ലയർ നമ്മുടെ റെസിപ്പിന് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യം ടാക്സിബിൾ ടൈം കണ്ടുപിടിക്കുന്ന സർവീസിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ടൈം കണ്ടുപിടിക്കുന്ന ഇങ്ങനെയായിരിക്കും. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, നിങ്ങൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, നമ്മുടെ റെസിപ്പിന് സർവീസ് പർച്ചേസ് ചെയ്തിരിക്കുന്ന റെസിപ്പിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, അല്ല എങ്കിൽ നമ്മുടെ സപ്ലയറിന് റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചിരിക്കുന്ന ഡേറ്റ്, അല്ല എങ്കിൽ എന്താണ് പേയ്മെൻറ്റ് കാര്യത്തിലാട്ടോ നമ്മുടെ റെസിപ്പിൻ്റെ ചെക്ക് മുഖേനയുള്ള പേയ്മെൻറ്റാണ് നൽകിയേക്കുന്നതെങ്കിൽ നമ്മുടെ സപ്ലയർ ബാങ്ക് അക്കൗണ്ടിൽ ആ പൈസ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഇൻവോയ്സ് പറഞ്ഞിരിക്കുന്ന ഡേറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പേയ്മെൻറ്റ് ഡേറ്റോ വെച്ച് നോക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏതാണോ നേരത്തെ വന്നേക്കുന്നത് അതായിരിക്കും ടാക്സിബിൾ ടൈമായിട്ട് നമ്മൾ ടാക്സിബിൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ടാക്സിബിൾ ടൈം ഓഫ് ഇൻ ദ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്കത് ഒരു ഉദാഹരണത്തിലൂടെ പഠിച്ച് നോക്കാം. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുക, ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ഒരു കാർ സർവീസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കാറ് ഒന്ന് സർവീസ് ചെയ്ത് കിട്ടി. എനിക്ക് കാറിൻ്റെ സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2020 നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ടാക്സിബിൾ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് അല്ലേ. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണമാണ് പഠിക്കുന്നത്. നമ്മൾ ഏതൊക്കെ ഡേറ്റ് ആയിരിക്കും എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് സർവീസ് അല്ലെങ്കിൽ സപ്ലയർ ഇഷ്യൂ ചെയ്ത് തന്നിരിക്കുന്ന സർവീസിലെ ഡ്യൂ ഡേറ്റ് ഏത്, സപ്ലയർ ഇഷ്യൂ ചെയ്ത് തന്നിരിക്കുന്ന ഇൻവോയ്സിലെ ഡേറ്റ് ഏത്, അല്ല എങ്കിൽ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് റെസിപ്പിയൻ്റ് പൈസ കൊടുത്തതിന് ശേഷം അത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. പേയ്മെൻറ്റ് കാര്യത്തിൽ രണ്ട് ഡേറ്റിൽ എടുക്കുന്നു. ഒന്നെങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെച്ചേക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കുന്നു. അതും ഏതെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ചെവർ ഇയർലിയർ, ഏതാണോ നേരത്തെ വന്നേക്കുന്നത് അതും, അതുപോലെ തന്നെ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും നമ്മൾ എടുക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2020 ഒരു കാർ സർവീസ് കിട്ടിയിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരനായ എനിക്ക്. അത് സർവീസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കാർ സർവീസ് ചെയ്ത് തന്നിരിക്കുന്ന സപ്ലയർ അല്ലെങ്കിൽ കാർ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് ഞാൻ എന്ത് കൊടുത്തു, പേയ്മെൻറ്റ് കൊടുത്തു. എങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്, ചെക്കായിട്ടാണ് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത് 2 ഒക്ടോബർ 2020 ഇനി പേയ്മെൻറ്റ് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്ന 3 ഒക്ടോബർ 2020 ഇനി അയാൾ എനിക്ക് അതിന് ഇൻവോയ്സ് തന്നേക്കുന്നത് ഇൻവോയ്സ് തന്നേക്കുന്നത് 5 ഒക്ടോബർ 2020 ഇനി തന്നിരിക്കുന്ന ഇൻവോയ്സിലെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻവോയ്സിലെ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ, 2 ഒക്ടോബർ 2020 ഇത്രയും ഡേറ്റുകളാണ് പ്രധാനമായിട്ടും വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നോർമൽ രീതിയിലുള്ള ഒരു സർവീസിൻ്റെ സപ്ലൈ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത്
ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ എനിക്ക് സർവീസ് കിട്ടിയേക്കുന്നത്, എനിക്കെന്നാ സർവീസ് കിട്ടിയേക്കുന്നത് 1 ഒക്ടോബർ 2020 ആണ് അല്ലേ. എനിക്ക് സർവീസ് കിട്ടി 30 ദിവസം എന്ന് പറയുന്നത്, അതായത് 1 നവംബർ വരെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ആ ഡ്യൂ ഡേറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ എനിക്ക് എന്താണ് ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏതൊക്കെ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, എന്നാണോ എനിക്ക് കിട്ടിയേക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏതാണ്, എനിക്ക് തന്നിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2 ഒക്ടോബർ 2020. അതുപോലെ തന്നെ എന്താണ് ഞാൻ എനിക്ക് സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന എനിക്ക് ആ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റ്, പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ചെക്ക് മുഖേന ആയതുകൊണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് അയക്കുന്നത് എന്നാണ് 3 ഒക്ടോബറിലാണ്. അയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 2 ഒക്ടോബറിൽ തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ വന്നേക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻവോയ്സിലെ ഡേറ്റ് ഒന്നുണ്ട്, ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 2 ഒക്ടോബർ 2020. അതവിടെ നിൽക്കട്ടെ. അതും അതിൻ്റെ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, 2 ഒക്ടോബർ 2020 ആണ് അയാൾക്ക് ഞാൻ ചെക്ക് കൊടുത്തതായിട്ട് എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്നത്, സപ്ലയറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അയാൾ എഴുതി വെച്ചേക്കുന്നത്. ഇന്ന ദിവസം പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഇനി അയാളുടെ ബാങ്കുകളിൽ പൈസ ക്രെഡിറ്റ് അയക്കുന്ന ഏത് ഡേറ്റിലാണ്, 3 ഒക്ടോബർ 2020. അപ്പോൾ നേരത്തെ വന്നിരിക്കുന്ന ഡേറ്റ് ഏത് തന്നെയാണ്, അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെച്ചേക്കുന്ന ഡേറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. 2 ഒക്ടോബർ 2020 പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ കമ്പയർ ചെയ്യേണ്ട ഡേറ്റുകൾ ഏതൊക്കെയാണ്, ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന 2 ഒക്ടോബർ 2020, അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെച്ചിരിക്കുന്ന 2 ഒക്ടോബർ 2020. ഇതിൻ്റെ അകത്ത് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഏത് തന്നെയായിരിക്കും, നമ്മുടെ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് തന്നെയാണ് എടുക്കുക. പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന സെയിം ഡേറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കാം, നമുക്ക് 2 ഒക്ടോബർ 2020 ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി മറ്റൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് സർവീസ് കിട്ടിയിരിക്കുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. ഞാൻ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത് 3-ാം തീയതി എന്ന് കരുതുക. ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നതാണ് 3-ാം തീയതിയാണ് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. ഇയാളുടെ 3-ാം തീയതി തന്നെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കയറി. 5-ാം തീയതി ആയപ്പോഴും ഇയാൾ എന്ത് ചെയ്തു, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് തന്നു. 2-ാം തീയതി ആയപ്പോൾ ആ ഇഷ്യൂ ചെയ്ത് തന്നിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 1-ാം തീയതി എന്ത് ചെയ്തു, എനിക്ക് സർവീസ് കിട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 3-ാം തീയതിയാണ്. ഇവിടെ ഒക്ടോബർ 3-ാം തീയതിയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഒക്ടോബർ 3-ാം തീയതിയാണ് ഞാൻ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. 3-ാം തീയതി തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഇൻവോയ്സ് കിട്ടിയേക്കുന്ന 5-ാം തീയതിയാണ്. അന്നേരം തന്നിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. അപ്പോൾ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 2-ാം തീയതിയാണ്. ഇയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റും പേയ്മെൻറ്റ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് അയക്കുന്ന ഡേറ്റും ഒക്ടോബർ 3-ാം തീയതിയാണ്. ഓക്കെ, ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഒക്ടോബർ 2-ാം തീയതി, ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റും ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും എന്ന് പറയുന്നത് 3-ാം തീയതി, ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റും ഇയാളുടെ പേയ്മെൻറ്റ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് അയക്കുന്ന ഡേറ്റും 3-ാം തീയതിയാണ്. ഈ രണ്ടുള്ള സന്ദർഭത്തിൽ ഏതായിരിക്കും ഞാൻ എടുക്കുക ടൈം ഓഫ് സപ്ലൈ ആയിട്ട്, ഒക്ടോബർ 2-ാം തീയതി ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. കാരണം ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് നേരത്തെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഫോർവേഡ് ചാർജിൽ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഡ്യൂ ഡേറ്റിൻ്റെ സന്ദർഭം എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സപ്ലയർ ആ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ കൺസിഡർ ചെയ്യുന്ന 2 രീതിയിലുള്ള ഡേറ്റേ ഉള്ളൂ. ഒന്ന്, അയാൾ കൊടുക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കുന്ന ഡേറ്റോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റിന് ഉള്ളിൽ തന്നെ അയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും എടുക്കുക എന്നുള്ളത്. ഡ്യൂ ഡേറ്റിന് ഉള്ളിൽ തന്നെ അയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ, ഇപ്പോൾ അതായത് ഒരു ബിസിനസ്സുകാരന് സർവീസ് കിട്ടി, ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിനുള്ളിൽ തന്നെ അയാൾ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് സർവീസ്, അല്ലെങ്കിൽ റിസിപ്റ്റ് ഓഫ് സർവീസ്. എന്നാണോ സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് അത്, അല്ല എങ്കിൽ സർവീസ് കിട്ടിയതിന് ശേഷം റിസിപ്പിയൻ്റ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ്. ഈ 2 ഡേറ്റുകളായിരിക്കും പ്രധാനമായിട്ടും എടുക്കുക. ഓക്കെ, ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്കൊരു സർവീസ് കിട്ടി. എനിക്ക് സർവീസ് കിട്ടിയേക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ്, ഒക്ടോബർ 1-ാം തീയതിയാണ് എനിക്ക് സർവീസ് കിട്ടിയേക്കുന്നത്. ഞാൻ അയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തത്
2-ാം തീയതിയാണ്. പേയ്മെൻറ്റ് കൊടുത്തത് ചെക്ക് മുഖേനയാണ്. ഞാൻ 2-ാം തീയതി പേയ്മെൻറ്റ് ചെക്ക് അയാളുടെ കൈ കൊടുത്തപ്പോഴേ തന്നെ ആ എനിക്ക് സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ പറഞ്ഞു, അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അയാൾ എഴുതി വെച്ചു 2-ാം തീയതി പേയ്മെൻറ്റ് തന്നു, ഇങ്ങനെ ചെക്ക് തന്നിട്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അന്ന് തന്നെ ആ എമൗണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, സോ എനിക്ക് സർവീസ് കിട്ടിയത് 1-ാം തീയതിയാണ്. പക്ഷേ ഞാൻ അയാൾക്ക് പേയ്മെൻറ്റ് നൽകിയത് 2-ാം തീയതി എന്ന് സങ്കല്പിക്കുക. അയാൾ അന്ന് തന്നെ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്താണ് എഴുതി വെച്ചു, ഇന്ന ദിവസം പേയ്മെൻറ്റ് കിട്ടി, അന്ന് തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഈ 2 ഡേറ്റിൽ ഏതായിരിക്കും എടുക്കുക ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് സർവീസ്. എന്നാണോ എനിക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, എനിക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് എന്നാണ് ഒക്ടോബർ 1-ാം തീയതിയാണ് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്. ഓക്കെ, റെസിപ്പിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക ഈ ഒരു സന്ദർഭത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. ഡ്യൂ ഡേറ്റിനുള്ളിൽ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഒന്നെങ്കിൽ ആ റെസിപ്പിയൻ, ആ സർവീസ് സപ്ലയർ ഏത് റെസിപ്പിയൻ ആണോ സർവീസ് കൊടുത്തേക്കുന്നത് ആ റെസിപ്പിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ് അല്ല എങ്കിൽ അയാളുടെ റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ് അല്ല എങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് പേയ്മെൻറ്റ് അയാളുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ് അല്ല എങ്കിൽ എന്താണ് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ്, സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ് അല്ലെങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ അല്ല എങ്കിൽ ഫോർവേഡ് സപ്ലൈയിൽ. ഓക്കെ, സർവീസിൻ്റെ കാര്യത്തിൽ. ഇനി ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇനി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്കിൽ നമ്മുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റോ റെസിപ്പിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റോ അല്ല എങ്കിൽ നമ്മുടെ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയേക്കുന്ന ഡേറ്റോ ഒന്നും അറിയത്തില്ല എങ്കിൽ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ആ സർവീസ് കിട്ടിയേക്കുന്ന റെസിപ്പിയൻ്റ് മസ്റ്റായിട്ടും അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ടാകും എനിക്ക് ഇന്ന ദിവസമാണ് സർവീസ് കിട്ടിയേക്കുന്നത്. ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ആ സർവീസിൻ്റെ കാര്യത്തിൽ എടുക്കുക. ഓക്കെ, ആ ദിവസമായിരിക്കും, അതായത് റെസിപ്പിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്നാണോ അയാൾക്ക് സർവീസ് കിട്ടിയതായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ആ ടൈം ആയിരിക്കും ഈ സപ്ലയർ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന സർവീസിൻ്റെ ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഉദാഹരണം ഇതാണ്. ഒക്ടോബർ 1-ാം തീയതി എനിക്കെന്താ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യം തന്നെ. ഒക്ടോബർ 1-ാം തീയതി 2020 എനിക്ക് കാർ സർവീസ് കിട്ടി. സർവീസ് കിട്ടിയല്ലോ, സർവീസ് കിട്ടി മസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യണം, 30 ദിവസത്തിനുള്ളിൽ നോർമൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ സിറ്റുവേഷൻ്റെ കാര്യം. എങ്ങനെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, സപ്ലയർ അയാളുടെ സർവീസ് റെസിപ്പിന് എത്തിച്ചു കൊടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം, ആ കൊടുത്തിരിക്കുന്ന സർവീസിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. ഇൻവോയ്സ് അല്ലെങ്കിൽ ഇൻവോയ്സ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30 ദിവസമായിരിക്കും. ഓക്കെ, സർവീസ് കൊടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സർവീസ് കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് എന്ത് കൊടുത്തുണ്ടാകണം, നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തുണ്ടാകണം. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് സർവീസ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം, അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സാവകാശം കിട്ടിയിട്ടില്ല എങ്കിൽ, ആ ഒരു സാവകാശത്തിനുള്ളിൽ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്, നമ്മൾ എടുക്കുന്ന ഡേറ്റ് ഏതാണ്, സർവീസ് കിട്ടിയ ദിവസം, അല്ലെങ്കിൽ നമ്മുടെ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടി ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആകുന്നു അല്ലെങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അയാൾ എഴുതി വെക്കുന്ന ഡേറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതോ ആണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുക, നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2020 ഒരു ബിസിനസ്സുകാരൻ എന്ത് കിട്ടി, കാർ സർവീസ് കിട്ടി. അപ്പോൾ സർവീസ് കിട്ടിക്കഴിഞ്ഞു, പക്ഷേ 30 ദിവസത്തിൽ എന്ത് കൊടുത്തിട്ടില്ല, 30 ദിവസമായിരുന്നു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാണ്ട് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഏതായിരിക്കും ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല, ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുക. ഇനി എന്താണെന്ന് വെച്ച് പറഞ്ഞുതരാം. 2 നവംബർ 2020 അയാൾക്ക് എന്ത് കിട്ടിയേക്കുന്നത്, ഈ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയേക്കുന്നത്. അത് നവംബർ മാസം 2-ാം തീയതി കിട്ടിയ അയാൾക്ക് പേയ്മെൻറ്റ്, 3-ാം തീയതി അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഇനി ഇയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്, ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ. 1 ഒക്ടോബറിലാണ് സർവീസ് കൊടുത്തത് റെസിപ്പിയന്, ഒരു മാസം കഴിഞ്ഞാണ് നവംബർ 1-ാം തീയതിയാണ് എന്ത് കൊടുത്തേക്കുന്നത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, നവംബർ 1-ാം തീയതി തന്നെയാണ് പറഞ്ഞേക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇവിടെ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് ഡ്യൂ ഡേറ്റിന് ശേഷമാണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് 2 ഡേറ്റുകൾ ഏതൊക്കെയാണ്, എന്നാണ് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, പിന്നെ റെസിപ്പിയന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, അതുപോലെ തന്നെ എന്നാണ് മറ്റേ ആൾക്ക്
സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്. അല്ല എങ്കിൽ പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്, നമ്മുടെ ഇവിടെ രണ്ട് ഡേറ്റുകൾ എടുക്കേണ്ട കാര്യമുള്ളൂ. എന്നാണ് റിസീപ്യൻറ്റിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, അല്ല എങ്കിൽ റിസീപ്യൻറ്റ് എന്നാണ് സപ്ലയർക്ക് പേയ്മെൻറ്റ് നടത്തിയേക്കുന്ന ഡേറ്റ്. ഓക്കെ, ഇവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റിന് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തേക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് വലിയ പ്രാതിനിധ്യം ഇല്ല. ഓക്കെ, അപ്പോൾ എടുക്കുന്ന ഡേറ്റ് എന്നാണ്, നമ്മൾ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഇൻവോയ്സ് കിട്ടിയേക്കുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഡേറ്റുകൾ ഇത്രയേ ഉള്ളൂ. അയാൾക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, സർവീസ് കിട്ടിയേക്കുന്ന എന്നാണ് 1 ഒക്ടോബർ 2020. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സർവീസ് കിട്ടിയേക്കുന്ന റിസീപ്യൻറ്റ് സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് 2 നവംബറാണ്. അതുപോലെ തന്നെ 3-ാം തീയതി അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 നവംബർ. ഓക്കെ, വരുന്ന 2 ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2 നവംബർ പേയ്മെൻറ്റ് കൊടുത്തു, അത് സപ്ലയർ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെച്ചു അല്ലേ. അപ്പോൾ സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് 1 ഒക്ടോബറും അതുപോലെ തന്നെ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തായിട്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് 2 നവംബറുമാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ വന്നേക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, 1 ഒക്ടോബറാണ്. സോ ടൈം ഓഫ് സപ്ലൈ എന്തായിട്ട് എടുക്കും, 1 ഒക്ടോബർ ആയിട്ട് എടുക്കും. 1 ഒക്ടോബർ 2020, കാരണം അന്നാണ് അയാൾക്ക് സർവീസ് കിട്ടിയേക്കുന്നത്, റെസിപ്പിയൻറ്റ് സർവീസ് കിട്ടിയേക്കുന്നത്, റെസിപ്പിയൻറ്റ് സർവീസ് കിട്ടിയേക്കുന്നത് 1 ഒക്ടോബർ 2020. അതായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ 2 ഡേറ്റിൽ നേരത്തെ വന്നേക്കുന്ന ഏതാണ്, ടൈം ഓഫ് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റാണ് നേരത്തെ വന്നേക്കുന്നത്. പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പിന്നീടാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജിൻ്റെ കാര്യത്തിലാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജിൻ്റെ കാര്യത്തിലാണ്. അതായത് ഏതെങ്കിലും ഒരു GST രജിസ്റ്റർ ചെയ്യാത്ത ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയൻറ്റിന് ഒരു സർവീസ് കിട്ടുന്നുവെങ്കിൽ ആ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം, ആ റെസിപ്പിയൻ്റ് ഇങ്ങനെ അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സർവീസിന് ഉണ്ടാകുന്ന ടാക്സ് എമൗണ്ട് അയാൾ തന്നെ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഏത് സമയത്താണ് പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടാക്സബിൾ ടൈം ഏതാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന 3 രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, GST രജിസ്റ്റർ ചെയ്യാത്ത ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെസിപ്പിയൻ്റ് സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം, സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാകണം. ആ സപ്ലയർ ഇൻവോയ്സ് കൊടുത്തിട്ട് വരുന്ന 61ാമത്തെ ദിവസം ഏതോ അതായിരിക്കും ഒന്നാമത്തെ സിറ്റുവേഷൻ എടുക്കുക. ഇനി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന പാർട്ടി ഏതോ, സർവീസ് സപ്ലൈ ചെയ്യുന്ന പാർട്ടിക്ക് ഇങ്ങനെ ഈ രീതിയിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡേറ്റ് ഏതോ അതായിരിക്കും എടുക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സപ്ലയർ ഇൻവോയ്സ് കൊടുത്തിട്ട് ഈ രീതിയിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇൻവോയ്സ് കൊടുത്തിട്ട് വരുന്ന 61ാമത്തെ ദിവസം, അല്ല എങ്കിൽ ഈ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡേറ്റോ അല്ലെങ്കിൽ സപ്ലയറുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആക്കുന്ന ഡേറ്റോ, ഈ 2 ഡേറ്റിൽ ഏതാണോ വിച്ചെവർ ഈസ് ഇയർലിയർ അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GST രജിസ്റ്റർ ചെയ്യാത്ത ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു സർവീസ് ഈ മാസം 1-ാം തീയതി, ഒക്ടോബർ മാസം 1-ാം തീയതി പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇയാൾ എനിക്ക് ബില്ല് തന്നേക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ് ബില്ല് തന്നേക്കുന്നത്. ഈ മാസം ഒക്ടോബർ 1-ാം തീയതി ബില്ല് തന്നു. അതിനുശേഷം വരുന്ന 61ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 1 ആ ഡേറ്റ്. ഞാൻ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തത് ഈ മാസം 1-ാം തീയതി തന്നെയാണ് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. അത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ 2 രീതിയിലുള്ള ഡേറ്റുകളാണ് ഇവിടെ വരുന്നത്. ഇയാൾ എനിക്ക് സർവീസ് തന്നത് എന്നാണ് ഈ മാസം 1-ാം തീയതി, അന്ന് തന്നെ ഇയാൾ എനിക്ക് ഇൻവോയ്സ് തന്നു. ആ ഇൻവോയ്സ് തന്നു. ആ ഇൻവോയ്സ് 1-ാം തീയതി തന്നെയാണ് തന്നത്. ആ ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന 61ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 1-ാം തീയതിയാണ് അല്ലേ. ഇനി ആ ഡേറ്റ്, അപ്പോൾ ഡിസംബർ 1-ാം തീയതി ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് സർവീസ് കിട്ടി. ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന 61ാമത്തെ ദിവസമായ ഡിസംബർ 1-ാം തീയതി. അതുപോലെ തന്നെ ഇയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ്, സർവീസ് കിട്ടിയതിന് ശേഷം പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെക്കുകയും ചെയ്തു. അതെന്ന് എഴുതി വെച്ചേക്കുന്നത് ഒക്ടോബർ 1-ാം തീയതി. ഈ 2 ഡേറ്റിൽ ഡിസംബർ 1-ാം തീയതി ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന 61ാമത്തെ ദിവസം സപ്ലയർക്ക് സർവീസ് കിട്ടി. അതിനുശേഷം ഞാൻ പേയ്മെൻറ്റ് നടത്തിയേക്കുന്ന ഒക്ടോബർ 1-ാം തീയതി.
ഈ രണ്ട് ഡേറ്റിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഡേറ്റിൽ നേരത്തെ വരുന്ന ഏതാണ്, ഇയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റാണ് നേരത്തെ വരുന്നത്. ഒക്ടോബർ 1 തീയതി പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. ആ ഡേറ്റ് ആയിരിക്കും നേരത്തെ, ആ ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഒക്ടോബർ 1 തീയതി ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. കാരണം ഇൻവോയ്സ് കിട്ടിയത് ഒക്ടോബർ 1 തീയതി ആണെങ്കിലും അതിന് ശേഷം വരുന്ന 61ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 1 തീയതിയാണ് അല്ലേ. അപ്പോൾ ഈ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ കാര്യത്തിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഏത് തരത്തിൽ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കാര്യത്തിലാണ്, അൺരജിസ്റ്റേർഡ് ഡീലറുടെ കൈകളിൽ നിന്നാണെങ്കിൽ അതിന് റെസിപ്പിയൻ്റ് തന്നെ ഗവൺമെൻറ്റിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിന് ടാക്സ് അടയ്ക്കേണ്ട ടൈം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള സന്ദർഭത്തിലാണ്. ഈ രീതിയിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഇൻവോയ്സ് കൊടുത്തിട്ട് വരുന്ന 61ാമത്തെ ദിവസം അല്ല എങ്കിൽ സപ്ലയർ പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന ഡേറ്റ്, ഈ രണ്ടിടത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത് നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ എടുക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ എക്സ്ചേഞ്ചബിൾ സർവീസ്. അതായത് നമ്മൾ ഒരു ബിസിനസ്സുകാരൻ, ഒരു റെസിപ്പിയൻ്റ് എന്താണ് സർവീസ് പർച്ചേസ് ചെയ്യുന്നത് കാശ് കൊടുത്തല്ല, കൂപ്പൺ കൊടുത്ത അല്ലെങ്കിൽ വൗച്ചർ ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള സർവീസുകളുടെ കാര്യത്തിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ സെയിം രീതി പഠിച്ച അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മളിവിടെയും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ്, ഞാനൊരു സർവീസ് പർച്ചേസ് ചെയ്യും, ഞാൻ എന്താണ് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്നിരുതാം. ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കൂപ്പൺ കിട്ടി. ആ കൂപ്പൺ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ആ കൂപ്പണിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ വൗച്ചറിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്ന കാര്യം, ആ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഫുഡ് സർവീസ് പർച്ചേസ് ചെയ്യാമെന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ വൗച്ചറിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഈ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന സർവീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഫുഡ് സർവീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ആ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഏത് സർവീസ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഫുഡ് സർവീസ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതായത് നമ്മൾ എക്സ്ചേഞ്ച് ഒരു സർവീസ് പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും വൗച്ചർ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ആ വൗച്ചറിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ കൂപ്പണിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന സർവീസ് ആ പർട്ടിക്കുലർ സർവീസ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റ് ഏത്, ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുന്ന ഡേറ്റ് ഏതെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എനിക്കൊരു കൂപ്പൺ കിട്ടി. ആ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും, എനിക്ക് ഫുഡ് സർവീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കൂപ്പൺ കിട്ടിയത് ഒക്ടോബർ മാസം 1 തീയതിയാണ്, ഞാൻ ഫുഡ് സർവീസ് പർച്ചേസ് ചെയ്ത് ഒക്ടോബർ മാസം 10 തീയതിയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുന്നത് എന്നാണോ എനിക്ക് ആ പർട്ടിക്കുലർ കൂപ്പൺ, ആ ഫുഡ് സർവീസസ് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ ഇഷ്യൂ ചെയ്ത് തന്നത്, ആ ഡേറ്റ് തന്നെയായിരിക്കും എൻ്റെ ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും വൗച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സർവീസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ഈസ് ഐഡൻറ്റിഫൈബിൾ സർവീസ്. ആ സർവീസ് ആ വൗച്ചറിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഈ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന സർവീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണോ ആ വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂപ്പൺ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സർവീസ് പർച്ചേസ് ചെയ്യാൻ, പക്ഷേ വൗച്ചറിൻ്റെ അകത്ത് കൂപ്പണിൻ്റെ അകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നില്ല എന്ത് സർവീസ് പർച്ചേസ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ കൂപ്പണോ ആ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് ആ വൗച്ചർ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കൂപ്പൺ കിട്ടിയിരിക്കുന്ന റെസിപ്പിയൻ്റ് ഏത് ദിവസമാണോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സർവീസ് പർച്ചേസ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ആ വൗച്ചർ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കൂപ്പൺ കിട്ടിയിരിക്കുന്ന റെസിപ്പിയൻ്റ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഡേറ്റ് ഏതോ ആ ഈ ഡേറ്റിൽ പോയിട്ട് ഇഷ്ടമുള്ള സർവീസ് പർച്ചേസ് ചെയ്തേക്കുന്നു. ആ കൂപ്പൺ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് ആ സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, ടാക്സിബിൾ ഇവൻ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് എക്സ്ചേഞ്ചബിൾ ഓഫ് സർവീസ്, അതായത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ എക്സ്ചേഞ്ചബിൾ സർവീസ്, അതല്ലെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള സർവീസ് പർച്ചേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ട് രീതിയിലുള്ള ഡേറ്റാണ് എടുക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ആ കൂപ്പണിലോ അല്ലെങ്കിൽ വൗച്ചറിലോ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ട് ഇന്ന സർവീസിന് വേണ്ടിയ സർവീസ് നമ്മൾ ഈ കൂപ്പൺ നമുക്കുള്ളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന സന്ദർഭത്തിലാണെങ്കിൽ ആ വൗച്ചർ കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അല്ല എങ്കിൽ പ്രത്യേകം ഇന്ന സർവീസിന് വേണ്ടിയല്ല വൗച്ചർ ഇഷ്യൂ ചെയ്ത് പറഞ്ഞേക്കുന്നത്, ആ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഏത് സർവീസും പ്രത്യേകം ആ വൗച്ചറോ അല്ലെങ്കിൽ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഏത് സർവീസ് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വൗച്ചറോ അല്ലെങ്കിൽ കൂപ്പണോ കിട്ടിയിരിക്കുന്ന റെസിപ്പിയൻ്റ് എന്നാണോ അയാൾ ആ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട സർവീസ് പർച്ചേസ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രണ്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ഐഡൻറ്റിഫൈബിൾ ഗുഡ് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ,
അല്ല എങ്കിൽ നോൺ ഐഡൻറ്റിഫയബിൾ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ ഇൻ അതർ കേസസ് അതായിരിക്കും എടുക്കുക. ഓക്കെ, ഐഡൻറ്റിഫൈഡ് സർവീസിൻ്റെ കാര്യത്തിൽ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, നോൺ ഐഡൻറ്റിഫയബിൾ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് റെസിപ്പിയൻ്റ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, വൗച്ചർ റിഡീം ആകുന്ന ഡേറ്റ് ആയിരിക്കും എടുക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് റിസിവൽ കേസസ് ആണ്. അതായത് റിസിവൽ കേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു റെസിപ്പിയൻ്റ് ടാക്സ് കൊടുക്കാതെ ഏതെങ്കിലും രീതിയിൽ ഒരു സർവീസ് പർച്ചേസ് ചെയ്തെന്ന് കരുതുക. ഓക്കെ, ആ കാര്യം ടാക്സ് കളക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതിനെന്ത് ചെയ്യും, ഇങ്ങനെ ബ്ലാക്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന സർവീസിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലാണോ ഗവൺമെൻറ് അത് കണ്ടെത്തുന്നത് അപ്പോൾ തന്നെ ചില സന്ദർഭത്തിൽ ഗവൺമെൻറ്, അതിപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ ബ്ലാക്കിൽ ഒരു സർവീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ടാക്സ് നടച്ചിട്ടില്ല, അത് സർവീസ് അതൊരു 1,00,000 രൂപയുടെ സർവീസാണ് പർച്ചേസ് ചെയ്തതെന്ന് കരുതുക. നോർമലി അത് ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ 18% ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ അത് ഗവൺമെൻറ്, ഞാനത് ടാക്സ് അടയ്ക്കാതെയാണ് ഈ 1,00,000 രൂപ വിലയുള്ള സർവീസ് പർച്ചേസ് ചെയ്തേക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. അത് ഗവൺമെൻറ് കണ്ടെത്തിയതിന് ശേഷം ഗവൺമെൻറ് പറയുകയാണ്, ഗവൺമെൻറ് ഇന്നാണ് കണ്ടെത്തിയെന്ന് കരുതുക, ഒക്ടോബർ 4-ാം തീയതിയാണ് അത് കണ്ടെത്തിയെന്ന് കരുതുക. ഗവൺമെൻറ് പറഞ്ഞു ഇന്ന് തന്നെ നീ ഗവൺമെൻറ്റിലേക്ക് ഇതിന് ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് കണ്ടെത്തി അന്ന് തന്നെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ടാക്സിബിൾ ടൈമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസിപ്പിയൻ്റിനോട് ഗവൺമെൻറ് എന്നാണോ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ബ്ലാക്കിൽ ടാക്സ് കൊടുക്കാതെ ഏതെങ്കിലും സർവീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് കണ്ടെത്തി അതിനുശേഷം ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ താൻ എന്നാണ് പീരിയോഡിക്കൽ റിട്ടേൺസ് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പീരിയോഡിക്കൽ റിട്ടേൺസ് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പേ ചെയ്താൽ മതി, ഈ ഇങ്ങനെ ബ്ലാക്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന സർവീസിൻ്റെ ടാക്സ് എമൗണ്ട് പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും ടാക്സിബിൾ ടൈമായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് റിസിവൽ കേസസിൽ വരുന്നത്. ഒന്ന്, ഗവൺമെൻറ് പറയുന്ന ഡേറ്റിൽ തന്നെ റെസിപ്പിയൻ്റ് ടാക്സ് പേ ചെയ്യുന്ന ഡേറ്റ്, അല്ല എങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയാൽ അയാളുടെ പീരിയോഡിക്കൽ റിട്ടേണിൻ്റെ ഒപ്പം തന്നെയാണ് ഈ ബ്ലാക്കിൽ കണ്ടെത്തിയിരിക്കുന്ന സർവീസുകളുടെ ടാക്സ് എമൗണ്ട് പേ ചെയ്യുന്നതെങ്കിൽ ആ പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും സർവീസ് പർച്ചേസ് ചെയ്തു, അയാൾ എനിക്ക് ഇൻവോയ്സ് തന്നു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, അയാൾക്ക് ടാക്സ് കൊടുത്തിട്ടില്ല എന്ന് കരുതുക. ഓക്കെ, ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന സർവീസിന് ടാക്സ് കൊടുത്തിട്ടില്ല എങ്കിൽ മസ്റ്റായിട്ടും സപ്ലയർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാനുള്ള ടാക്സ് എമൗണ്ടിനും അതുപോലെ തന്നെ സർവീസിൻ്റെ ചാർജിൻ്റെ ഒപ്പം തന്നെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പെനാൽറ്റിയോ അല്ലെങ്കിൽ ഫീസോ എന്തെങ്കിലുമൊക്കെ പിടിക്കാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഏതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ ഞാൻ ഈ സപ്ലയർക്ക് ടാക്സ് എമൗണ്ടും പെനാൽറ്റിയും ഫീസും അടക്കം ഈ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ടാക്സ് എമൗണ്ട് അടക്കം എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും എൻ്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ഈ രീതിയിലുള്ള സർവീസിൻ്റെ കാര്യത്തിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സപ്ലയർ റെസിപ്പിയന്റിന് ബില്ല് കൊടുത്തു, ഇൻവോയ്സ് കൊടുത്തു സർവീസ് പർച്ചേസ് ചെയ്തതിന്, പക്ഷേ അയാൾ ഈ ഇൻവോയ്സ് എമൗണ്ടും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും തന്നിട്ടില്ല എങ്കിൽ വേണമെങ്കിൽ സപ്ലയർക്ക് എന്ത് ചാർജ് ചെയ്യാം, ഇൻട്രസ്റ്റ് പെനാൽറ്റി മുതലായ കാര്യങ്ങളെ ലേറ്റ് ഫീ ഒക്കെ ചാർജ് ചെയ്യാം. ഇനി ഈ കാര്യത്തിൽ റെസിപ്പിയൻ്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ആ ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതുകൂടാതെ മറ്റൊരു സിറ്റുവേഷൻ കൂടിയുണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ. അസോസിയേറ്റഡ് എൻ്റർപ്രൈസസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസ് വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായിട്ടിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ സ്വീകരിക്കുന്ന സർവീസുകളുടെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് അസോസിയേറ്റഡ് എൻ്റർപ്രൈസസ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അസോസിയേറ്റഡ് എൻ്റർപ്രൈസസ് മീൻ and enterprises which participate directly or indirectly or through one or more intermediaries in the management കൺട്രോൾ ഓർ ക്യാപിറ്റൽ ഓഫ് അനദർ എൻ്റർപ്രൈസസ്. അതായത് അസോസിയേറ്റഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ക്യാപിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ കൺട്രോളോ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറി മുഖേനയോ ഡയറക്റ്റായിട്ട് മാനേജ് ചെയ്യുകയാണ് മറ്റൊരു എൻ്റർപ്രൈസസ് എങ്കിൽ ആ രീതിയിലുള്ള എൻ്റർപ്രൈസുകൾ വിളിക്കുന്ന പേരാണ്, ആ രീതിയിലുള്ള എൻ്റർപ്രൈസുകളുടെ റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റഡ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളോ അല്ലെങ്കിൽ ക്യാപിറ്റലുള്ള കൺട്രോളോ
അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കൺട്രോളോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം വേറൊരു എൻ്റർപ്രൈസസ് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറി മുഖേന കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ സേവ് ചെയ്തു ആ രീതിയിൽ ഇന്ത്യക്ക് വെളിയിലുള്ള എൻ്റർപ്രൈസസ് ഇന്ത്യയിലുള്ള എൻ്റർപ്രൈസസിന് ചെയ്തു കൊടുക്കുന്ന സർവീസിന് ടാക്സ് ടൈം എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. എനിക്ക് ഇന്ത്യയിലൊരു ബിസിനസ് സ്ഥാപനമുണ്ട്. ഇന്ത്യയിൽ വെളിയിലുള്ള മറ്റൊരു ബിസിനസ് എൻ്റെ ഇന്ത്യയിലുള്ള ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേര് യാഹു എന്നാണ്. യാഹു എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബിസിനസ് സ്ഥാപനമാണ് എനിക്ക് ഇന്ത്യയിലുള്ളത്. എനിക്ക് ഇന്ത്യയുടെ വെളിയിലുള്ള ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനം എനിക്ക് യാഹു എന്ന് പറയുന്ന എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് കുറച്ച് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് എൻ്റെ മാനേജ്മെൻറ്റിൽ എൻ്റെ യാഹു എന്ന് പറയുന്ന എൻ്റെ ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റിൽ കൺട്രോളൊക്കെ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് ചെയ്തു തരുന്നത് ഡയറക്റ്റായിട്ട് എന്താണ് എൻ്റെ യാഹു എന്ന് പറയുന്ന എൻ്റെ ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കൺട്രോളൊക്കെ എന്താണ് ഡയറക്റ്റായിട്ട് ഇന്ത്യക്ക് വെളിയുള്ള ഗൂഗിൾ എന്ന് പറയുന്ന മറ്റൊരു എൻ്റർപ്രൈസസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർ എനിക്ക് വേണ്ട യാഹു എന്ന് പറയുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയുള്ള മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള കൺട്രോളും അതുപോലെ തന്നെ ക്യാപിറ്റലിന് വേണ്ടിയുള്ള സർവീസൊക്കെ ആരാണ് ചെയ്തു തരുന്നത്? ഇന്ത്യക്ക് വെളിയുള്ള ഗൂഗിൾ എന്ന് പറയുന്ന എൻ്റർപ്രൈസസാണ് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ ചെയ്തു തരുന്ന ഈ സേവനത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്നാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റ് അല്ല എങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്, ഈ രണ്ട് ഡേറ്റിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ ദ കേസ് ഓഫ് അസോസിയേറ്റഡ് എൻ്റർപ്രൈസസിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ എന്നാണോ ഏത് ഡേറ്റിലാണോ ഈ സർവീസ് കിട്ടുന്ന റെസിപ്പിയൻറ്റ് ബിസിനസ് എൻ്റർപ്രൈസസ് സർവീസ് നൽകുന്ന സപ്ലയർ എൻ്റർപ്രൈസസിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റ് അല്ല എങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതോ അല്ല എങ്കിൽ എന്നാണോ ഈ സർവീസ് ഇന്ത്യക്ക് വെളിയിലുള്ള എൻ്റർപ്രൈസസ് സർവീസ് ഇന്ത്യയിലുള്ള റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കുന്നത് ഈ രണ്ട് ഡേറ്റിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? അസോസിയേറ്റഡ് ഓഫ് എൻ്റർപ്രൈസസ് നൽകുന്ന സർവീസിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്ത്യയിൽ വെളിയുള്ള ഉദാഹരണത്തിൽ അവരോട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ ബിസിനസ്സുകാരനാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേര് യാഹു എന്നാണ്. ഇന്ത്യയിൽ വെളിയുള്ള ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഞാൻ എന്ത് സ്വീകരിക്കുന്നുണ്ട്? ഞാൻ ഒരു ക്യാപിറ്റൽ സർവീസ് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടെക്നിക്കൽ സർവീസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയുള്ള ഗൂഗിൾ എൻ്റർപ്രൈസസിൽ നിന്നും ഇന്ത്യയിലുള്ള യാഹു എൻ്റർപ്രൈസസിലേക്ക് ടെക്നിക്കൽ സർവീസൊക്കെ കിട്ടുന്നുണ്ട്. ആ സർവീസിന് എനിക്ക് കിട്ടുന്ന ആ സർവീസ് എന്നാണോ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായ ഞാൻ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വയ്ക്കുന്നത് ആ ഡേറ്റ് അല്ല എങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന സർവീസിന് ഞാൻ എന്നാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അത് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വയ്ക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. ഓക്കെ, അപ്പോൾ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റ് അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിന് സർവീസ് കിട്ടുന്ന ഡേറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും ടാക്സിബിൾ ടൈമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് എൻ്റർപ്രൈസസ് നൽകുന്ന സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ടാക്സിബിൾ ടൈമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഫോർവേഡ് ചാർജിലാണെങ്കിൽ രണ്ട് രീതിയിലുള്ള സിറ്റുവേഷൻ ആണ് ഉള്ളത്. ഒന്ന്, സപ്ലയർ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഇൻവോയ്സ് കൊടുക്കുന്നതെങ്കിൽ ഫോർവേഡ് ചാർജിൻ്റെ കാര്യത്തിൽ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസിൽ രണ്ട് സിറ്റുവേഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അതായത് സപ്ലയർ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ എന്താണ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഡേറ്റ് എടുക്കും? ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, സപ്ലയർ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ഡേറ്റ്, ഇതിലേതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എടുക്കുക. ഓക്കെ, ഇനി മറ്റൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ ഇൻവോയ്സ് കൊടുക്കുന്നത് ഡ്യൂ ഡേറ്റിന് ശേഷമാണെങ്കിൽ ഏതായിരിക്കും എടുക്കുക എന്ന്. അത് സപ്ലയറുടെ കയ്യിൽ നിന്ന് റെസിപ്പിയൻറ്റ് സർവീസ് കിട്ടിയേക്കുന്ന ദിവസം അല്ല എങ്കിൽ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ്. ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എടുക്കില്ല. ഏതൊക്കെയാണ്? സപ്ലയറുടെ കയ്യിൽ നിന്ന് റെസിപ്പിയൻറ്റ് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് അല്ല എങ്കിൽ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എടുക്കുക. ഇനി ഇതൊന്നും പറയാത്ത സന്ദർഭത്തിലാണെങ്കിൽ എന്നാണോ നമ്മുടെ റെസിപ്പിയൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് സർവീസ് കിട്ടിയേക്കുന്നത് പറഞ്ഞ ഡേറ്റ് അതായിരിക്കും എടുക്കുക. ഓക്കെ, ഇതാണ് ഫോർവേഡ് ചാർജിലെ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് ചാർജിലാണെങ്കിൽ
പറയുന്നത് ഇത്രയേ ഉള്ളൂ. റിവേഴ്സ് ചാർജിൽ രണ്ട് കണ്ടീഷനെ പറയുന്നുള്ളൂ. സപ്ലയറുടെ കയ്യിൽ നിന്ന് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന 61ാമത്തെ ദിവസം, അല്ല എങ്കിൽ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയ ദിവസം. ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ പേയ്മെൻറ്റ് ഓഫ് സപ്ലൈ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എടുക്കുക. ഇനി എക്സ്ചേഞ്ചബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏത് തരത്തിൽ സർവീസൊക്കെ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതായിരിക്കും എടുക്കുക, നമ്മൾ കൂപ്പണിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഇന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇന്ന സർവീസ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അല്ല എങ്കിൽ കൂപ്പണിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇന്ന ഡേറ്റ് ഇന്ന കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന സർവീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ റിസീപ്പിൻ്റെ ആ കിട്ടിയിരിക്കുന്ന കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതോ അതായിരിക്കും എടുക്കുക. പിന്നെ റെസിഡൽ കേസസ് ആണെങ്കിൽ, അതായത് ബ്ലാക്കിലെ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ബ്ലാക്കിൽ ഏതെങ്കിലും സർവീസിൽ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അത് ഗവൺമെൻറ് കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ പീരിയോഡിക് റിട്ടേണിൻ്റെ ഒപ്പം ആണ് ഈ റെസിപ്പിയൻ്റ് ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ ആ ഡേറ്റ്, അല്ല എങ്കിൽ എന്നാണ് ഗവൺമെൻറ് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞേക്കുന്ന ഡേറ്റ് അത്. ഇനി സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇൻവോയ്സ് കിട്ടി അതിനുശേഷം റെസിപ്പിയൻ്റ് ടാക്സ് പേ ചെയ്യുന്നില്ല എങ്കിൽ എന്നാണോ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ടും പെനാൽറ്റി എമൗണ്ടും ലേറ്റ് ഫീ ഒക്കെ കിട്ടുന്നത് സപ്ലയർക്ക് ആ ഡേറ്റ്. ഓക്കെ. ഇനി അസോസിയേറ്റഡ് പേഴ്സൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വെളിയിലുള്ള സർവീസ് സപ്ലൈ ചെയ്യുന്ന എൻ്റർപ്രൈസസിൽ നിന്നും ഇന്ത്യയിലുള്ള സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, അല്ല എങ്കിൽ റെസിപ്പിയൻ്റ് ഇന്ത്യയിലുള്ള റെസിപ്പിയൻ്റ് എൻ്റർപ്രൈസസ് ഇന്ത്യക്ക് വെളിയുള്ള സപ്ലയർ എൻ്റർപ്രൈസസിന് സർവീസ് സപ്ലൈ ചെയ്യുന്ന എൻ്റർപ്രൈസസിന് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എന്തിൻ്റെ കാര്യത്തിൽ എടുക്കുക, നമ്മൾ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസിൻ്റെ കാര്യത്തിൽ എടുക്കുക. ഇത്രയുമാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സർവീസിൻ്റെ കാര്യത്തിൽ. മക്കളെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നില്ല, എവിടെയെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ചോദിക്കാം. താങ്ക് യു.